ട്രിപ്പഷറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മോർണിംഗിൽ നമ്മുടെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. ഒരു രക്ഷയില്ല. ആ ലൈറ്റ് ആ ലീഫിൽ വന്ന് അടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. എന്ത് നോക്കാനാ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ? അത് ഗ്ലാസ്സാണ്. കണ്ടോ അവിടെ ഇരുന്നുണ്ടോ ചെറിയ പൊണ്ണ് കണ്ടോ? ഏതാ കണ്ടോ? ഇപ്പം അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഏതിനെ കൊണ്ട് ഇന്ന് സ്നോ കാണാൻ പോകാനായിട്ടുള്ളൊരു പരിപാടിയിലാണ്. ഇവിടെ ഇപ്പം വേറെ ആരും ഇല്ല. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു ഒരു ഗസ്റ്റ് നമ്മൾ വന്ന ദിവസം. അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ലായിരുന്നു. അപ്പം അത്യാവശ്യം രാവിലെ പൂരിയും ഓംലേറ്റും ഒക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ അങ്ങ് ഇറങ്ങുക. ഇപ്പം രാവിലെ തന്നെ കുറച്ച് നേരം വണ്ടി ഓണാക്കിയിട്ട് ഇപ്പോൾ ഇത്രയും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവിടേക്ക് എന്നെ വെയിലാ നോക്കിക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് റോത്താങ് പാസിലോട്ടാണ്. അവിടെ ആ ഒരു ഏരിയയിൽ സ്നോഫാൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്നോയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് കളിക്കുകയും ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ കീലോങ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ ലേ പോകുന്ന വഴിക്ക് കീലോങ് എന്ന് പറയുന്നത് റോത്താങ്ങിൽ നിന്ന് നേരെ അടൽ ടണൽ വഴി നേരെ ഒരു എനിക്ക് തോന്നുന്നൊരു 10-37 കിലോമീറ്റർ ഉണ്ട്. This way. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് മെയിൻ ഹൈവേന്ന് നേരെ അടൽ ടണലിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ആ ഒരു റൂട്ടാണ്. ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് ട്രാവൽ വൈബാണ്. ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ്സും ഒക്കെ ആയിട്ട് ശരിക്കും വേറൊരു ഫീലാണ് ഇതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും. ദൂരെ കുറേ മൗണ്ടൈൻസ് ഒക്കെ കാണാം. പിന്നെ നല്ല തെളിഞ്ഞ ആകാശവും. പിന്നെ അപ്പുറേ സ്നോ വീണ് കിടക്കുന്ന കുറേ മൗണ്ടൈൻസ് ഉണ്ട്. നമ്മൾ ആ ഒരു ഏരിയയിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. നല്ല ഹെയർ പിൻ വളവുകളാണ് ഇവിടുന്ന് നമ്മൾ. പക്ഷേ റോഡൊക്കെ നല്ല കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് സോലങ് വാലി, അത് കഴിഞ്ഞ് പിന്നെ നേരെ അട്ടൽ ടണൽ റോത്താങ്. അതിന് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നോ കിട്ടുമെന്നാണ് പറഞ്ഞത്.
വ്യൂ ഒക്കെ അന്യായമാണ്. നല്ല തെളിഞ്ഞ ആകാശവും ആ മലകളും അതിനപ്പുറത്ത് ശരിക്കും ആ മൗണ്ടൈൻസിലൊക്കെ നമുക്ക് കാണാം മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നത്. ഇവിടെ ഓരോ ക്ലൈമറ്റിലും ഓരോ ഫീലായിരിക്കും ഈ സ്ഥലത്തിന്. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. ആ മരങ്ങൾ പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ ഉണ്ടോ അവിടെ എല്ലാം എന്തോ വേറെ നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിൽ ചെന്നൊരു ഫീലാണ് ശരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള വ്യൂസ് ഒന്നും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോലും ഇല്ല കാണാൻ സാധിക്കുന്നത്. റോഡൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടേക്കുന്നത് എല്ലായിടത്തും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ പഞ്ചർ ഒട്ടിച്ച് ഉള്ള പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങോട്ടൊക്കെ. എല്ലാം ചെയ്യുന്നത് അത്ര നീറ്റായിട്ടാണ്. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ഇപ്പം നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് സോലങ് വാലി. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇവിടുത്തെ ഒരുമാതിരി ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കുവാന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ആ കാണുന്ന സ്ഥലത്തുനിന്ന് സിപ്പ് ലൈനുണ്ട്, നമുക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ അവിടുന്ന് ആ ഒരു ചെറിയൊരു ഷെഡ് പോലെ കാണുന്ന അതതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് ലൈനിൽ ആ ഒരു മൗണ്ടൈൻ്റെ ടോപ്പ് വരെ നമ്മളെ അവർ കൊണ്ടുപോകും. അവിടെയുള്ള അത് ഭയങ്കര രസമാണ്. പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല, ഇപ്പം എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. അത് ഈ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്ത് ചെയ്യും. ചെറിയൊരു ടണൽ പോലുള്ളൊരു സെറ്റപ്പാണ്. എന്തോ സ്നോ പ്രൊട്ടക്ടറോ അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നത്, അതിനുവേണ്ടി എന്തോ ചെയ്തേക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ് ആ കണ്ടത്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രൈവ് ഉണ്ട്. നമ്മൾ താഴെ അട്ടൽ ടണൽ വരെ. പക്ഷെ ഇങ്ങനെ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാനും ഭയങ്കര ഒരു രസമാണ്. അട്ടൽ ടണലിലോട്ട് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ആ കണ്ടത് നമ്മൾ അട്ടൽ ടണലിൻ്റെ ഒരു ബേസ് ക്യാമ്പായിരിക്കും. അവിടെ ഇപ്പം അത്യാവശ്യം കൺസ്ട്രക്ഷൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അട്ടൽ ടണലിൽ പണിതപ്പം എല്ലാവരും ഇവിടെ ഒക്കെ സ്റ്റേ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അവർ അങ്ങോട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ അടൽ ടണലിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത് റോത്താങ് കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 9.2 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ടണൽ. ഇപ്പോൾ അട്ടൽ ടണൽ ക്രോസ് ചെയ്ത് നമ്മളിങ്ങ് പോകുന്നു. ഇപ്പം അവിടെ ഒരു മൗണ്ടൈൻസിൽ ഫുള്ള് സ്നോ വീണ് കിടക്കുവാണ്. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് സ്നോയിൽ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടെ പോവാം, ഏതെങ്കിലും സ്നോയും കാണിച്ച്. അപ്പം ആ സ്നോ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പം വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പം നമ്മളവിടെ എത്തി. ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ റോഡൊക്കെ ഒരു അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഒരു നദി ഒഴുകുന്നതിൻ്റെ കളർ, ആ വെള്ളത്തിൻ്റെ കളർ കാണണം. പച്ച കളറിലാണ് വെള്ളമൊക്കെ, അത്ര ക്ലിയറാണ്. ഏതെങ്കിലും സ്നോ കണ്ടപ്പോഴേ ഓടാൻ തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും ആദ്യമായിട്ട് സ്നോ കാണുവാണ്.
ഈ സൈഡിലോട്ട് വണ്ടി കടത്തി വിടത്തില്ല. അപ്പം നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം ആ സ്നോ കാണുന്ന ഏരിയ, ആ ഒരു മൗണ്ടൈൻ്റെ താഴത്തോട്ട് നമ്മൾ പയ്യെ നടന്നുകൊണ്ടിരിക്കുക. ഏതനാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെൻറ്റില്ല. അപ്പുറം ആ സൈഡിലോട്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡിലോട്ട് അത്യാവശ്യം കുറവ് ആൾക്കാരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ ഒരു സൈഡിലോട്ട് മാറാമെന്ന് വിചാരിച്ച്. ഒരു കോവിഡിൻ്റെ സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും വീട്ടിലിരുന്ന് മടുത്ത് കാണും. അവിടെ നിന്നോ. പയ്യെ കയറിക്കോ, സമയമെടുക്കും. അതുകൊണ്ട് കയറിയിട്ട് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യേ. ഇനിയിപ്പോൾ അവനെ താഴോട്ട് പോകാൻ നോക്കണം. പയ്യെ കയറിയാൽ മതിയേ. ഇവിടെ അധികം ആൾ വരുന്നില്ല. തന്നെയല്ലേ ഒരു കാരണവശാലും. ഇവിടെ ഉണ്ട്, നീ ഇവിടെ ഇരുന്നോ, ചുമ്മാ ഇരുന്നോ, അവനവിടെ കളിച്ചോളും. വേറെ എങ്ങും പോകണ്ട. അവനെ ഇവിടെ വന്നിരി. എങ്ങനെയുണ്ട് ലിറ്റി, മടുത്തോ? ഉയ്യോ, അപ്പം ഹിമാലയത്തിൽ കയറുന്ന സമ്മതിക്കണല്ലേ. കിളി പോയിരിക്കുന്നുണ്ടോ മഴ ആളിൻ്റെ. നോക്കിയേ, അവിടെ ഒരാൾ ഐസ് സ്കേറ്റിങ്ങാ. അതിനെ വിട്ട് അതിന് ഞാൻ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് തട്ടി നിൽക്കാൻ വേണ്ടി. അല്ല അങ്ങ് ചെല്ലും. മാസ്ക് ഊരിക്കോ, ഏതാ മാസ്ക് ഊരിക്കോ. അപ്പോൾ ഒരുത്തരാം. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകണ്ട. മമ്മി എടുത്ത് പോകണ്ട. നീ ഇങ്ങോട്ട് വന്നില്ല, അവൻ അങ്ങോട്ട് വരും. പപ്പ സ്നോബോൾ ഉണ്ടാക്കി തരാം. ആ സൈഡിലിരിക്കാൻ ഈ കല്ലേ വന്നിരി എങ്ങനെയെങ്കിലും. അങ്ങനെയാണേ. അവിടെ ആരും സ്നോ വെച്ചെറിഞ്ഞ മമ്മിയാണ്. ഈ ചെറുക്കനെ ഇങ്ങോട്ട് കയറി അവിടെ പോയി സ്കേറ്റ് ചെയ്യേ. ഓ വീടും ഈ കല്ലേരി. നീ ആ കല്ലേരി, അതാവുമ്പോൾ സേഫാണ്. അല്ല അവനെ അങ്ങോട്ട് പോകും. ഇതൊക്കെ മാറ്റിക്കേ. ഇത് പിടി, നീ ആദ്യം എടുത്ത് ഞങ്ങളുടെ രണ്ടിനെ. ആരാണ്ടൊക്കെ ഇവിടുന്ന് സ്നോ വെച്ച് കളിച്ചിട്ടുണ്ട്. എന്നാ ഏതാ പിന്നെ സെറ്റാണ്. പപ്പ വെച്ച് തരാം. ആദ്യം തല വെക്കട്ടെ. അവിടെ കടന്നോ, കടത്തി ഫോട്ടോ വെക്ക്. ഇവിടെ നിന്നോളാം.
സൂപ്പർ. സ്നോബോള് സ്നോമാനം ഉണ്ടാക്കാം. അതറിയും ക്യാമറ അറിയും. നമുക്ക് സ്നോമാനം ഉണ്ടാക്കാം ഇവിടെ.
ഏതെന്റെ ഫ്രണ്ടാണ് തരാ ഐസ്മാൻ ആണല്ലേ ഇതുണ്ടോ ഇതേ പപ്പ സ്നോമാൻ ഉണ്ടാക്കിയതേ ഹലോ സ്നോമാൻ ഏതാ ഏതാണ്ട് സ്നോമാൻ ഇതേ ഏതാണ്ട് ഫ്രണ്ട് കണ്ടോ നമ്മുടെ സ്നോമാൻ ഹലോ ഏതൻ ഏതനെ കണ്ടടാ ഏതൻ ഇതാരടാ ഇങ്ങോന്ന് ഏതൻ സ്നോമാൻ്റെ കൂടെ ഒന്ന് ഇരുന്നേ കണ്ടോ നമ്മുടെ കുഞ്ഞു സ്നോമാൻ കണ്ടോ അപ്പം മഞ്ഞിലുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നേക്കുവാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ റോഡൊക്കെ അത്യാവശ്യം മോശമാണ്, എങ്കിലും കുഴപ്പമില്ല, കയറിപ്പോരും. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കീലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, അങ്ങോട്ടൊരു ഡ്രൈവാണ്. ശരിക്കും ഈ രണ്ട് സൈഡിലും മൗണ്ടൈൻസും കാര്യങ്ങളും, അതിനിടയ്ക്കൂടെ നമ്മൾ ശരിക്കും ലഡാക്കൊക്കെ പോകുന്ന റോഡാണ്. അവിടെ നിന്ന് ഇപ്പോൾ റോത്താങ് പാസ് ബ്ലോക്ക് ചെയ്തേക്കുവാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടലിൽ നിന്ന് കീലോങ് വരെയുള്ളൊരു ഡ്രൈവ് ഒരു 37-40 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ആ ഒരു ഡ്രൈവിൻ്റെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം അടുത്ത ദിവസം തന്നെ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബൈ.